ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനെയൊക്കെ അടിച്ചു കൊല്ലാൻ തോന്നുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു റീൽ ഓർമ്മയില്ലേ? ചന്ദനക്കുരു തൊട്ട് നിറഞ്ഞ ചിരിയോടെ മണമുള്ള പൂഞ്ഞുള്ളി മുടിയിൽ ചൂടി എന്ന പാട്ടിന്റെ അകമ്പടിയിൽ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ ഒരു യുവതി ഇട്ട കമന്റാണിത്. വീഡിയോ മില്യൺ കണക്കിന് കാഴ്ചക്കാരെ നേടിയെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ഒപ്പം ഈ പ്രസ്തുത കമന്റ് സ്ക്രീൻഷോട്ടായി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ കറങ്ങി നടന്നു. ഈ കമന്റ് വായിക്കുന്ന ആ യുവതിയുടെ ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു. ഇതൊന്നും അത്ര മാസൊന്നുമല്ല എന്ന് തുടങ്ങി തെറികളും അനാവശ്യ വ്യാഖ്യാനങ്ങളുമായി അത് നീളുന്നു. സത്യത്തിൽ ഈ പ്രസ്തുത കമന്റ് സൃഷ്ടിച്ചതും പ്രചരിപ്പിച്ചതും പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഒരു സോ കോൾഡ് ബെറ്റർ ചോയ്സ് കാണുമ്പോൾ സ്വന്തം ഭാര്യയെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുമെന്ന ആ സിനിമാ ഡയലോഗുകൾ വലിയ മാസായി കമന്റ് ബോക്സുകളിൽ ഇട്ടതെല്ലാം പുരുഷന്മാരായിരുന്നു എന്നതാണ് സത്യം. മെജോറിറ്റിക്ക് ദഹിക്കാത്ത ഒരു പെർട്ടിക്കുലർ സെക്ഷൻ വൈബ് കിട്ടുന്ന ആ റീലിലെ പുരുഷനെ ഒരു യുവതി പുകഴ്ത്തുമ്പോഴേക്കും മുറിവേൽക്കുന്നതാണോ നമ്മുടെ നാട്ടിലെ ചില പുരുഷന്മാരുടെ ഈഗോ? അതുപോട്ടെ, അതേ കമന്റ് ബോക്സിലെ മറ്റു ചില കമന്റുകൾ നോക്കിയാലോ? കമന്റ് ബോക്സിൽ കോളനി പെണ്ണുങ്ങളുടെ ആറാട്ട്, ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടാൽ പോരെ? വളരെ തമാശയായിട്ടൊരു കമന്റ് കണ്ടപ്പോൾ പ്രശ്നമാക്കിയ ആളുകൾക്ക് റേസിസവും ജാതീയതയും ക്ലാസിസവും വരെ അടങ്ങിയ കോളനി കമന്റോ ആളുകളെയും സോഷ്യൽ മീഡിയയും ചില വ്യവസ്ഥാപിത സ്റ്റാൻഡേർഡുകളിൽ തരംതിരിക്കുന്ന ഫേസ്ബുക്ക് കമന്റുകളോ കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല. ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പലതരക്കാരുടെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകാനും തയ്യാറാകണം. എന്നാൽ ഫേസ്ബുക്കിനെ അമ്മാവന്മാരുടെ ലോകമെന്നും കോളനി എന്നുമൊക്കെ വിളിച്ച് സ്വയം അപ്പർ ക്ലാസ് ചമയുന്ന ഇൻസ്റ്റഗ്രാമിലെ യുവാക്കൾക്ക് ശരിക്കും താൻ ലോവർ ക്ലാസ് ആകുന്നത് എമ്പതിയില്ലാതെ രാഷ്ട്രീയ ബോധമില്ലാതെ ആളുകളെ ഇത്തരം വാക്കുകളിൽ ജഡ്ജ് ചെയ്യുമ്പോഴാണ് എന്ന് എപ്പോൾ മനസ്സിലാകും?